വിറ്റ നെല്ലിൻ്റെ വില കിട്ടാതെ ദുരിതത്തിലാണ് നെൽകർഷകർ. അതിനൊപ്പം അവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് വളത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ്. ഒന്നാം വിള കൃഷി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വളത്തിൻ്റെ വില കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഫാക്ടംഫോസിൻ്റെ വില 1425 നിന്ന് 2300 കൂടിയിട്ടുള്ളത്. പൊട്ടാഷിൻ്റെ വില 1470 രൂപയിൽ നിന്നും 2200 കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഇത് വളം ലഭിക്കണമെങ്കിൽ പുതിയ സംവിധാനം വഴി, ആപ്പ് വഴി കുറച്ച് നടപടിക്രമങ്ങളോട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളാണ് നെൽകർഷകർ നേരിടുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വില കിട്ടാത്തതിൻ്റെ പ്രശ്നം നമുക്കറിയാം. അതിനൊപ്പമാണല്ലോ ഇപ്പോൾ ഈ വളത്തിൻ്റെ വില വർദ്ധിച്ചത്. എന്തെല്ലാമാണ് പ്രായോഗികമായിട്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? ഇപ്പോൾ ഇതിൽ നെൽകൃഷി മേഖലയിൽ മൊത്തത്തിൽ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അത് സമയത്തിന് സംഭരിക്കാറില്ല, സംഭരിച്ചാൽ തന്നെ ആവശ്യത്തിന് അത് സമയത്തിന് കിട്ടാറില്ല. അതിലുപരിയായിട്ട് ഇപ്പോൾ വിലവർദ്ധനവും കൂനിൽമേൽ കുരു എന്നുള്ള ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ലഭ്യത പ്രശ്നങ്ങൾ, അതുപോലെ ഇപ്പോൾ ഒരുപാട് ചിലവുകൾ ഈ മേഖലയിൽ വർദ്ധിക്കുന്നതാണ്. അതിനനുസരിച്ച് ആനുപാതികമായ ഒരു വിലവർദ്ധനവും ഇതിനകത്തില്ല. ഇപ്പോൾ പുതിയതായ ഒരു സംവിധാനം, ആപ്പ്, അതിൽ രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ ഈ സാധനം തരൂ എന്നാണ് അവരുടേതായിട്ടുള്ള നിലപാടുകൾ. അത് സമയബന്ധിതമായി എടുത്തു വയ്ക്കണം. അത് പൂർണ്ണമായിട്ട് ഒരു സീസണിൽ ആവശ്യമുള്ള വളങ്ങൾ ഒന്നിച്ചെടുക്കണം എന്നുള്ളതാണ് ആ ആപ്പിൽ കിട്ടുന്ന നിർദ്ദേശം. ഈ ആപ്പ് വഴി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വളം കിട്ടുകയുള്ളൂ? അതെ, ഈ സബ്സിഡി വളം കിട്ടണമെങ്കിൽ ഈ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. ആപ്പ് എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറയുന്നു? അത് നമ്മുടെ മൊബൈലിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്ര ഏക്കർ ഉണ്ടെന്നുള്ളത് വരും, വില്ലേജ് വരും, ഡിസ്ട്രിക്ട് വരും, നമുക്ക് ഏതാ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വരും. നമുക്ക് വേണ്ട വളം അതിൽ കാണിക്കും. അതിൻ്റെ സ്കാനർ വരും. ആ സ്കാനർ അവിടെ കൊണ്ട് സ്കാൻ ചെയ്താൽ നമുക്ക് അതിനുള്ള വളം ഒരുമിച്ച് തരിക ചെയ്യണം. പല ഘട്ടങ്ങളായിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് എടുക്കാറ്. 3 പൊടി ഇടാറ്, 3 ഘട്ടങ്ങളായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പണം മുടക്കേണ്ട കാര്യമില്ല. ഇപ്പം അതല്ല, ഒരുമിച്ച് പണം മുടക്കി ആ ആപ്പിൽ വരുന്ന വളം മുഴുവനായിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ഈ ഭൂമിയുടെ നികുതി രസീതിയൊക്കെ രസീത് വേണം, ആധാർ നമ്പർ വേണം, OTP വേണം. വെരിഫിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ്. പാട്ടത്തിനെടുത്ത് ചെയ്യുന്നവർക്ക്, പാട്ടത്തിനെടുത്ത് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സബ്സിഡി വളം അല്ലാതെ 18 കൊണ്ടൊരു വളമുണ്ട്. അതാണ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുന്നത്. അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ക്ലിയർ ആവുമെന്നാണ് പറഞ്ഞ്. ഇതുവരെ ആയോ ഇല്ലെന്നുള്ളത് അറിയില്ല. ഭൂമി പാട്ടത്തിനെടുക്കുന്ന വളം കിട്ടാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പുതിയ സംവിധാനമാണ്. അത് അവർ പറയുന്നത് ഇത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുകൊണ്ടത്. അത് നിയന്ത്രിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. അതിനൊരു കാരണവശാലും കൃഷിക്കാർ കൂട്ടുനിൽക്കുകയില്ല. പക്ഷേ അവർക്ക് സമയബന്ധിതമായി ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? ഈ പാട്ടത്തിന് കൊടുത്തവർ നികുതി രസീത് കൊടുത്തില്ലെങ്കിൽ ഇത് അവർക്ക് അത് ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ ഈ സംഭരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ സ്ഥലത്തില്ലാത്ത ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, അവർക്ക് ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത എത്രയോ ആളുകൾ കൃഷിക്കാരെ. ചേട്ടൻ്റെ ഫോൺ, ഈ ഒരു ഫോണിൽ ഇപ്പോൾ നമുക്ക് ഈ ആപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് വളം വാങ്ങിക്കുക? വളം ഇതുപോലെ തന്നെ ആനിയും സഹായത്തോടുകൂടി പറഞ്ഞ ആനിൻ്റെ ആനിൻ്റെ ഒരു ചാക്കാരത്തൊക്കെ പോകും. ഞാൻ 15 2 ചാക്ക് വാങ്ങിയത്. അതാണ് പേറിഞ്ഞത്. കിട്ടിയില്ല. ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യം കൊണ്ട്. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് വളം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ട്. അതിന് വളമൊന്നും ഇല്ല, അല്ലെങ്കിൽ ആർക്കും തരില്ല. അപ്പം ഞാൻ കുറച്ച് അമ്മയുടെ പേരിൽ കുറേ കൃഷിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 7-5 4 ആൾക്ക് പേരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് അതൊന്ന് കൊടുക്കണം, ഫണ്ട് ആപ്പ് വേണം എന്ന് പറഞ്ഞു. പറ്റില്ല, പാട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. നമുക്ക് തരില്ല. അപ്പം നമുക്കിപ്പോൾ ഉണ്ടായിട്ട് പാട്ടത്തിനാണെങ്കിൽ നമുക്ക് കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ കൃഷിയെ നേരിട്ട് ബാധിക്കില്ല ഇതൊക്കെ? തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. ഞാൻ ഈ ആപ്പിൾ ബാൻഡ് എടുത്ത് പറഞ്ഞ ഫാക്ടംഫോസ് ഈ യൂറിയും എടുത്തിട്ടില്ല. 18 എടുത്തത്. പക്ഷേ ആപ്പിൽ തന്നെ, പക്ഷേ എനിക്കും ചെറിയ ഫോൺ തന്നെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഞാൻ കൃഷിഭവനിൽ പോയി ആ ആപ്പാക്കി ശരിയാക്കി കുറച്ച് വളം എടുത്തു. ഇനിയും ഇപ്പോൾ 2ാം പ്രാവശ്യം എടുക്കണമെങ്കിൽ പറഞ്ഞാൽ എനിക്കത് പറ്റില്ല. അപ്പോൾ 18 പ്രൈവറ്റ് വളമാണ്, അതെടുത്തിട്ട് തന്നെ ഉപയോഗിക്കത്തുള്ളൂ. ചേട്ടൻ കൃഷി ചെയ്യുന്നതല്ലേ? അപ്പോൾ എങ്ങനെ വളം വാങ്ങിക്കാൻ പറ്റുമോ? വളം അന്ന് ആദ്യം ഇട്ടത് 2 ചാക്ക് യൂറിയ മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ 15 എടുക്കും. 1 ചാക്ക് യൂറിയ വേണമെങ്കിൽ ഇതൊക്കെ വയ്ക്കും വേണം. പിന്നെ താമസശാസ്ത്ര കടലാസ് സാധാ അതിനൊക്കെ താമസശാസ്ത്ര കടലാസ് വേണം, ആധാർ വേണം, ഇതൊക്കെ വേണം. ഇപ്പോൾ ബാങ്കിൽ പണത്തിന് പോയത് ഞാൻ. അപ്പോൾ അവർ പറയുന്നത് പിണറായി ഗവൺമെൻറ് കടം ഭരിച്ച കടത്തിന് ഞങ്ങൾ എടുത്തു. ഇപ്പോൾ വായിച്ച പണം ഞങ്ങൾ എടുത്തു. ഇനി നിങ്ങൾക്ക് വന്നാൽ കിട്ടും. കൊടുത്ത നെല്ലിൻ്റെ കാശ് തരുന്നില്ല. അപ്പോൾ കൊടുത്ത് വന്ന പണം അതിൻ്റെ പണം എടുത്തു എന്നാണ് അവർ പറയുന്നത്. ബാങ്കിൽ 2 ബാങ്കിലും പോയി ഞാനിപ്പോൾ. ഈ വളത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ കൃഷിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ സീസണിൽ നെല്ലിപ്പോൾ കൊയ്ത് ഇതെല്ലാം ചെയ്തിട്ട്
ഇപ്പോൾ രണ്ടാമത്തേത് ഇപ്പോൾ പിട്ടിലാകാരാൻ പോയി. ഇതിൻ്റെയൊക്കെ സാമ്പത്തികം ആര് ചെയ്തു തരും? ഇപ്പോൾ ഒക്കെ പണയം വെച്ചിട്ടാണ് ഈ ഫീൽഡിൽ പോകുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത്. ഓണക്കാലമായിട്ടും കാശ് കിട്ടാത്ത അവസ്ഥ. ഓണം കാശ് കിട്ടണില്ലല്ലോ. അപ്പം ഞാൻ മിനിഞ്ഞാന്ന് ബാങ്കിൽ പോയപ്പോൾ ഒരു ഫണ്ട് വന്നു, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഫണ്ട് വന്ന അപ്പോൾ ഓണത്തിന് കിട്ടുമോ ചോദിച്ചു. ഞാൻ SBIയിലാണ് പോയത്. അത് വന്നാൽ തരാം, അല്ലാതെ ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തേത് പറഞ്ഞാൽ PRS കിട്ടിയപ്പോൾ 2 മാസമായി, ഇതുവരെ ആയിട്ടില്ല. നെല്ല് കൊണ്ടുപോകാൻ കൊയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് നെല്ല് കൊണ്ടുപോയത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് PRS അടിച്ച് കിട്ടിയത്. ഇപ്പോൾ PRS അടിച്ചിട്ട് ഏകദേശം 2 മാസം ആകാൻ പോകണം. ഇപ്പോൾ പറയുന്ന മറുപടി ഇതാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ പറഞ്ഞാൽ, ഞാൻ സർക്കാരിന് പറയല്ല, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നന്നായിട്ട്. ഇപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ വരട്ടെ ഇവിടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? ഇടതുപക്ഷ സർക്കാർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു, ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തെങ്കിലും സർക്കാർ സൊല്യൂഷൻ കാണണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അല്ലാണ്ട് ആരെയും പറയുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കൃഷിക്കാരന് ഇനിയിപ്പോൾ ഇതെങ്ങനെ, ഇനിയിപ്പോൾ ഒരു കോട്ട് വളം ഇടണമെങ്കിൽ പൈസ ഗവൺമെൻറ് തരും. അപ്പോൾ സർക്കാർ, ഞാൻ പറയുകയാണ്, ഒരു സർക്കാരിന് ഒരു 6 മാസത്തെ ഈ മറ്റേ ലോണ്, അതായത് ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങോട്ട് വിട്ടു തരട്ടെ. 6 മാസം ആയല്ലോ നെല്ല് തരാണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കി തരട്ടെ. അപ്പം അത് അല്ല, ഇത് പലിശ ഒഴിവാക്കി തരണം, മുതലൊഴിവാക്കണം പറയുന്നില്ല, പലിശ ഒഴിവാക്കി തരട്ടെ. തീർച്ചയായും എന്തായാലും വലിയ വിഷയം തന്നെ. ഇപ്പോൾ നമ്മൾ ഈ വളത്തിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നിച്ച് വളമെടുക്കുമ്പോൾ അത് പ്രായോഗികമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് കളങ്ങളോ കളപ്പുരകളോ ഒന്നുമില്ല പഴയതുപോലെ. ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് വളം സൂക്ഷിച്ച് വയ്ക്കാൻ അവർക്ക് കഴിയില്ല. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് അത് കട്ടയായി പോയാൽ വീണ്ടും നാശമോ. അതിന് ഉടയ്ക്കാനും അത് നിങ്ങളുടെ ഭാഗത്തുള്ള എന്താണ് ഒരു നിർദ്ദേശം, എന്താണ് ഈ ഒരു വളത്തിൻ്റെ വിഷയത്തിൽ? വളത്തിൻ്റെ ഈ ആപ്പും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് ദുരുപയോഗപ്പെടുത്തുന്ന ആളുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കട്ടെ ഗവൺമെൻറ്. കൃഷിക്കാരനെ സംബന്ധിച്ച് അവന് കൃത്യമായിട്ട് സീസണായിട്ട് കാലാകാലങ്ങളായിട്ട് എടുത്തു കൊടുക്കുന്ന വളങ്ങളാണ്. അത് വളക്ക് ഒരു നിയന്ത്രണമില്ലാതെ അവൻ്റെ ആവശ്യത്തിന് അവൻ ആവശ്യപ്പെടുന്ന സമയത്ത് അത് എത്തിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യത. 2 തവണ എടുക്കാൻ പറ്റിയ ആപ്പ് വഴി വളം? ഇല്ല, ഈ ഒരു ആപ്പിൽ ഒന്ന് സ്കാൻ ചെയ്ത് 1 തവണ എടുക്കാൻ പറ്റുള്ളൂ. വീണ്ടും വേണമെങ്കിൽ വീണ്ടും ചെയ്യണം എന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. ഞാൻ 1 തവണ എടുത്തിട്ടുള്ളൂ, 2 തവണ എടുക്കാൻ പോയിട്ടില്ല. അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാണെങ്കിലും സർക്കാരിൻ്റെ പുതിയ സംവിധാനം അത് ദുരുപയോഗം ചെയ്തതിന് തടയാൻ വേണ്ടിയാണെങ്കിലും പ്രായോഗിക തലത്തിൽ കർഷകർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കർഷകരൊക്കെ തന്നെ പറയുന്നത്. അതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അത് ഉടൻ പരിഹരിക്കുകയും വേണം. കാരണം കർഷകർക്ക് ഈ വളം കൃഷിയിടത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ അവരുടെ വിള വലുതാവുകയുള്ളൂ, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ള മറ്റു തടസ്സങ്ങൾ, സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് സർക്കാർ അന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് കർഷകർ ആവർത്തിച്ച് പറയുകയാണ്. പ്രജിത് കോങ്ങാടനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.